ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. പഴശ്ശി കനാലിൽ വെള്ളം തുറന്നുവിട്ടതോടെ പ്രതിസന്ധിയിലായി ആമ്പിലാട് കനാൽ പാലത്തിന് സമീപത്തെ പ്രദേശവാസികൾ. ഈ ഭാഗത്തെ കനാൽ അറ്റകുറ്റപ്രവൃത്തി നടത്താതെ വെള്ളം കടത്തിവിട്ടതാണ് സമീപത്തെ വീട്ടുപരിസരങ്ങളിൽ വെള്ളം ക്രമാതീതമായി ഉയരുവാനിടയാക്കിയത്. പ്രദേശത്ത് ഒരാഴ്ചയിലേറെയായി വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ വലിയ ദുരിതമാണ് പ്രദേശവാസികൾ നേരിടുന്നത്. പഴശ്ശി കനാലിൽ നിന്നും വെള്ളം തുറന്നുവിട്ടതോടെ ആമ്പിലാട് കനാൽ പാലത്തിന് സമീപത്തെ വീട്ടുപരിസരങ്ങൾ നിലവിൽ വെള്ളത്തിലായ നിലയിലാണ്. ഈ ഭാഗത്തെ കനാൽ അറ്റകുറ്റപ്രവൃത്തി നടത്താതെ ഇതിലൂടെ വെള്ളം കടത്തിവിട്ടതാണ് സമീപത്തെ വീട്ടുപരിസരങ്ങളിൽ വെള്ളം ക്രമാതീതമായി ഉയരാൻ ഇടയാക്കിയതെന്നും ഒരാഴ്ചയേറെയായി വെള്ളം വീട്ടുപരിസരങ്ങളിൽ കെട്ടിക്കിടക്കുന്നതിനാൽ കൃഷി വ്യാപകമായി നശിച്ച നിലയിലാണെന്നും പ്രദേശവാസിയായ ജി വിജയൻ പറഞ്ഞു. ഇതിപ്പോൾ കെട്ടിക്കിടക്കുന്ന ഒരാഴ്ച ഉണ്ടാവും. ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും, ഏകദേശം ഒരാഴ്ച ഉണ്ടാവും. പിന്നെ കെട്ടിക്കിടക്കുന്നുണ്ടാകുക. പിന്നെ നഷ്ടം വെച്ചാൽ ഇത് തന്നെ. പിന്നെ കുറേ കഴുങ്ങുകൾ പൊരിഞ്ഞ് പോയിട്ടുണ്ട്. പിന്നെ കുറേ വാഴകൾ പോയി. തെങ്ങ് ഉറന്നിട്ട് ഇങ്ങനെ ഈ സമയത്ത് പൊരിയാന്ന് പറയാൻ കഴിയില്ല. പിന്നെ ഒന്നാമത് വെച്ചാൽ ഈ വാഴയുണ്ട് കുറേ വെച്ചിട്ട് അവിടെ. പിന്നെ ഇത് വെള്ളേരി കുമ്പളത്തിൻ്റെ അതെല്ലാം നിങ്ങൾ എന്നാലും കണ്ടല്ലോ. അത്രയാണ്. ഇതിന് മുമ്പേ വെച്ചാൽ ഇതിപ്പം പ്രധാനമായിട്ട് ഇപ്പം കനാല് വെള്ളം വിട്ട് കഴിഞ്ഞാലും മഴക്കാലമുണ്ട്. രണ്ട് വെള്ളവും കൂടിയിട്ട് കൂടുതൽ ഉണ്ടാവുമല്ലോ. മഴക്കാലത്തെ വെള്ളം കൂടുതൽ വെള്ളം. പിന്നെ കനാലിൽ ഈ ഇടവഴിയാണ് വരുന്നത്. ഇടവഴി വരുമ്പം മുൻകാലത്തെ അടിയാണ് നേരെയുള്ളത്. അപ്പോൾ അവിടെ ബ്ലോക്കാക്കിയല്ലോ. അതങ്ങ് ബ്ലോക്ക് ഇരുന്നാൽ കുറേ വെള്ളത്തിൻ്റെ വ്യത്യാസം അങ്ങോട്ട് പോകും. രണ്ടാമത് ആ വെള്ളം കംപ്ലീറ്റ് ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ രണ്ടും കൂടി അത് താഴോട്ട് പോകുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് ആ വെള്ളം ഇങ്ങോട്ട് വന്ന് കാണുന്നുണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ആകുന്നത്. കനാലിൽ നിന്നുള്ള ചോർച്ച കാരണം മണ്ണിനടിയിലൂടെ പലയിടങ്ങളിൽ നിന്നാണ് വെള്ളം ഉയരുന്നതെന്നും തുടർച്ചയായി ഇങ്ങനെ വെള്ളം ഒഴുകുന്നത് വീടുകളുടെ ഉറപ്പിനെ തന്നെ ബാധിക്കുമോ എന്ന ഭയത്തിലാണ് വിജയൻ. വീടിന്റെ പരിസരങ്ങളിൽ പലയിടങ്ങളിലായും ചവിട്ടുമ്പോൾ താഴ്ന്നു പോകുന്ന നിലയിലാണ്. ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയിട്ടും പരിശോധനയ്ക്കായി സ്ഥലം സന്ദർശിക്കുക എന്നല്ലാതെ യാതൊരു നടപടിയും ഇതുവരെ നടത്തിയിട്ടില്ല എന്നാണ് വിജയൻ പറയുന്നത്. പിന്നെ വാഴ, വെള്ളരിക്ക എല്ലാം നഷ്ടപ്പെടുന്നു. പിന്നെ ഉറന്നിട്ട് കംപ്ലീറ്റ് തെങ്ങ്, കഴുങ്ങ് എല്ലാം ഇങ്ങനെ ഉറന്നിട്ട് പോയിട്ടുള്ളത്. പിന്നെ താഴോട്ട് വെള്ളം പോകുന്നതൊക്കെ കംപ്ലീറ്റ് ബ്ലോക്കാക്കിയിട്ടുണ്ട്. അത് നീക്കിത്തരണം. രണ്ടാമത് അങ്ങ് വാഴേൻ്റെ ഭാഗത്ത് അവർ പിന്നെ ചകരിയിട്ടിട്ട് നികത്തിയിട്ടുണ്ട്. അതും നീക്കണം. എന്നാൽ മാത്രമേ കുറേ വ്യത്യാസം ഉണ്ടാവും. അതിന് പരാതി കൊടുത്തിന് ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം. പക്ഷേ അവർ വന്ന് നോക്കിയതിന് ഒന്നും ചെയ്തിട്ടൊന്നും കാണുന്നില്ല. പിന്നെ പ്രധാനമായിട്ട് പഴശ്ശി ഡാമിൻ്റെ ഈ രണ്ട് ഭാഗം കെട്ടിയിട്ട് പിന്നെ നിസാരയിൽ ലൈനിങ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവില്ല. വെള്ളം വിടുന്നത് ഏറ്റവും ഗുണകരമായ കാര്യമാണ്. പക്ഷേ അതിപ്പം ഈ ഒരു അവസ്ഥയുടെ ഉള്ളത്. അത് ഉദ്യോഗസ്ഥന്മാർക്കറിയാം ഇത് ഈ വിഷമങ്ങൾ. അവർ വന്ന് നോക്കി എല്ലാവരും കണ്ടതാണ്. കൃഷി ഓഫീസിൽ നിന്ന് പിന്നെ അപ്പോൾ പരാതി കൊടുത്ത് മുനിസിപ്പാലിറ്റി കൊടുത്തു. മുനിസിപ്പാലിറ്റി എഞ്ചിനീയർ വന്ന് നോക്കി. പിന്നെ വില്ലേജ് ഓഫീസർ കൊടുത്ത് അവർ വന്ന് തഹസിൽദാർ കൊടുത്തതെന്നാണ് തഹസിൽദാർ കൊടുത്ത്. തഹസിൽദാർക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ ഒരു 10 ദിവസം കൊണ്ട് വരാമെന്ന് തഹസിൽദാർ പറഞ്ഞിട്ടുണ്ട്. ഇനി അദ്ദേഹം എന്താ ചെയ്യാന്നറിയില്ല. പഴശ്ശി കനാലിൽ നിന്നും വെള്ളം തുറന്നുവിടുന്നതിൽ യാതൊരു പ്രശ്നവും തങ്ങൾക്കില്ലെന്നും എന്നാൽ ഈ ഭാഗത്തെ കനാൽ അറ്റകുറ്റപ്രവൃത്തി നടത്തിയിരുന്നെങ്കിൽ വീട്ടുപരിസരങ്ങളിൽ വെള്ളം കയറുന്ന തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വരില്ലായിരുന്നുവെന്നും ബന്ധപ്പെട്ടവർ ഇതിനൊരു പരിഹാരം കാണണമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.